വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജ്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുക, സീറോ മലബാർ സഭ ധനഹാകാലങ്ങളിലെ വെള്ളിയാഴ്ചകളിൽ ഈശോ ഭൂമിയിൽ പ്രവർത്തന നിരതനായിരുന്ന കാലയളവിൽ സഭയ്ക്ക് വേണ്ടി പ്രയത്നിച്ചവരെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇന്ന് ഗ്രീക്ക് സഭാപിതാക്കന്മാരിൽ നിന്നും തിരഞ്ഞെടുത്ത വിശുദ്ധനായ റിച്ചാർഡ് രാജാവിനെ കുറിച്ച് പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൺസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്നു റിച്ചാർഡ്. ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി അദ്ദേഹം രാജപദവി ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ 3 മക്കൾ വിനിബാൾഡ്, വില്ലിബാൾഡ്, വാർബുക എന്നിവർ വിശുദ്ധരായി വണങ്ങപ്പെടുന്നു. തന്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം റോമിലേക്കൊരു തീർത്ഥാടനം നടത്തി. ഹാബിൾ ഹാവനിൽ നിന്ന് കപ്പൽ കയറി ഫ്രാൻസിന്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങി. അദ്ദേഹം ആദ്യം പോയത് റൂവറിലേക്കാണ്. അവിടെ താമസിച്ച് ഭക്തി അഭ്യാസങ്ങൾ അനുഷ്ഠിച്ചു. ദീർഘസമയം പ്രാർത്ഥനയിലും പ്രായശ്ചിത്തങ്ങളിലും ചിലവഴിച്ചു. ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് തിരിച്ച് ഇറ്റലിയിൽ ലൂക്ക എന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയും ലൂക്കായിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ലൂക്കായിൽ ഭക്തിപൂർവം വണങ്ങിവരുന്നു. ജീവിതകാലത്ത് തന്റെ പ്രാർത്ഥന വഴി മരണാസന്നമായ രോഗത്തിൽ നിന്നും പുത്രനെ സുഖപ്പെടുത്തിയത് വളരെ ശ്രദ്ധേയമായിരുന്നു. രാജകീയ പ്രൗഢി അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ വികസനത്തിന് ഒരു പ്രതിബന്ധമായില്ല. ദൈവത്തിൽ ശരണപ്പെട്ട് ആത്മാർത്ഥമായി യത്നിക്കുന്ന ഏവർക്കും വിശുദ്ധി പ്രാപിക്കുവാൻ കഴിയുമെന്നത് വിശുദ്ധ റിച്ചാർഡിന്റെ ജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നമുക്കും ഈ വിശുദ്ധന്റെ ജീവിതം മാതൃകയായി സ്വീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലായി രക്ഷയായ ദൈവമേ, ദുഃഖഭാരം താങ്ങുവാൻ തോളു ചേർത്തു വച്ചവൻ, കഷ്ടനഷ്ട നേരമെൻ ലാഭമായ ദൈവമേ, ലാഭമായ ദൈവമേ, മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലായി രക്ഷയായ ദൈവമേ, ദുഃഖഭാരം താങ്ങുവാൻ തോളു ചേർത്തു വച്ചവൻ, കഷ്ടനഷ്ട നേരമെൻ ലാഭമായ ദൈവമേ, ലാഭമായ ദൈവമേ.
ഉള്ളുടയും നേരമെൻ ഉൾക്കരുത്തായി നീ വരൂ. ക്ലേശമേറും ജീവനിൽ ആശ്രയമായി നീ വരൂ. ഉള്ളുടയും നേരമെൻ ഉൾക്കരുത്തായി നീ വരൂ. ക്ലേശമേറും ജീവനിൽ ആശ്രയമായി നീ വരൂ. നിന്റെ സ്നേഹമെത്രയോ വിസ്മയം ദൈവമേ. ഭദ്രമായി ദാസനെ കാത്തുവച്ചു കൊള്ളണേ, കാത്തുവച്ചു കൊള്ളണേ. മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലാൽ രക്ഷയായ ദൈവമേ. പൊടിയണിഞ്ഞു പിഞ്ഞിയ എന്നൊടുപ്പു മാറ്റണേ. ശുഭ്രവസ്ത്രമേകി നിൻ സുസ്മിതം ചൊരിയണേ. പൊടിയണിഞ്ഞു പിഞ്ഞിയ എന്നൊടുപ്പു മാറ്റണേ. ശുഭ്രവസ്ത്രമേകി നിൻ സുസ്മിതം ചൊരിയണേ. ഉടഞ്ഞു പോകും മൺകുടം ഉടച്ചു വാക്കുമുടയനേ. ഒന്നുമില്ല കൈകളെ നീർത്തിവെക്കാം ഞാനിതാ, നീർത്തിവെക്കാം ഞാനിതാ. മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലാൽ രക്ഷയായ ദൈവമേ. നിന്ദിതർക്ക് വന്ദനം, പ്രശംസയും കൈകളിൽ. വൈരികൾക്ക് ശിക്ഷയും പ്രതികാരമേകുവോ. നിന്ദിതർക്ക് വന്ദനം, പ്രശംസയും കൈകളിൽ. വൈരികൾക്ക് ശിക്ഷയും പ്രതികാരമേകുവോ. മഞ്ഞിനേക്കാൾ വെണ്മയും മൃദുല ഭാവരൂപവും ഉണ്മയുള്ള സ്നേഹവും നിനക്കു മാത്രം സ്വന്തമേ, നിനക്കു മാത്രം സ്വന്തമേ. മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലാൽ രക്ഷയായ ദൈവമേ. ദുഃഖഭാരം താങ്ങുവാൻ തോളു ചേർത്തു വച്ചവൻ, കഷ്ടനഷ്ട നേരമെൻ ലാഭമായ ദൈവമേ, ലാഭമായ ദൈവമേ. മർദ്ദിതന്റെ ദൈവമേ, പീഡിതന്റെ ദൈവമേ, ചൂഷിതർക്കു വിടുതലാൽ രക്ഷയായ ദൈവമേ. ദുഃഖഭാരം താങ്ങുവാൻ തോളു ചേർത്തു വച്ചവൻ, കഷ്ടനഷ്ട നേരമെൻ ലാഭമായ ദൈവമേ,
ലാഭമായ ദൈവമേ.